രുദ്ര പി എസ് സിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി എക്സാമുകളിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഏരിയയാണ് ഇതൊക്കെ. അപ്പോൾ അത് നോക്കാം. അഡിഷൻ ബലം എന്താണ്? അഡിഷൻ ബലം? വ്യത്യസ്ത വസ്തുക്കളുടെ തന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത് അഡിഷൻ ബലം. അതായത് വ്യത്യസ്ത ആൾക്കാർ തമ്മിലായിരിക്കും ചിലപ്പോൾ അടി കൂടുന്നുണ്ടാവുക. ഒരേ വേവ് ലെങ്ത് ഉള്ളവർ ചിലപ്പോൾ അടി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വ്യത്യസ്ത വസ്തുക്കളുടെ തന്മാത്രകൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പം അടി നടക്കും. അപ്പോൾ വ്യത്യസ്ത വസ്തുക്കളുടെ തന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്ന ബലത്തെ അഡിഷൻ ബലം എന്ന് പറയുന്നു. ഉദാഹരണം: വെള്ളം ഗ്ലാസിൻ്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നു, മഷി പേപ്പറിൽ പടരുന്നു, പെയിൻറ്റ് ചുമരിൽ ഒട്ടുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് കൊഹിഷൻ ബലം നോക്കാം. ഒരേ തരത്തിലുള്ള വസ്തുവിൻ്റെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്ന ബലമാണ് കൊഹിഷൻ ബലം. അപ്പോൾ അഡിഷൻ ബലം ഓപ്പോസിറ്റ് ആണെങ്കിൽ കൊഹിഷൻ ബലം ഒരേ തരത്തിലുള്ള വസ്തുവിൻ്റെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നത്. അപ്പോൾ ഒരേ തരത്തിലുള്ളവരാകുമ്പോൾ ആകർഷിക്കും, വ്യത്യസ്ത ആൾക്കാർ തമ്മിലാകുമ്പോൾ അടിയുണ്ടാവും. അപ്പോൾ അഡിഷൻ ബലവും കൊഹിഷൻ ബലവും ഒക്കെയാണല്ലോ. കൊഹിഷൻ ബലത്തിൻ്റെ ഉദാഹരണം വെള്ളത്തുള്ളി ഒരുമിച്ച് ചേരുന്നത്. അത് നമുക്ക് കൊഹിഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇനി അതുപോലെ പ്രതലബലം നമുക്കൊന്ന് നോക്കിയാലോ. പ്രതലബലം എന്ന് വെച്ചാൽ ദ്രാവകത്തിൻ്റെ പ്രതലം ഒരു വലിച്ചു കെട്ടിയ ഇലാസ്റ്റിക് പാളി പോലെ പ്രവർത്തിക്കാൻ കാരണമാകുന്ന ബലമാണ് പ്രതലബലം. ഉദാഹരണം: വെള്ളത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നത്, മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്, ചെറുപ്രാണികൾ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ ചെറിയ പ്രാണികളൊക്കെ നമ്മൾ കാണാറില്ല, ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണ്? പ്രതലബലമാണ് അതിന് കാരണം. അപ്പോൾ പ്രതലബലം എന്താണ്? ദ്രാവകത്തിൻ്റെ പ്രതലം ഒരു വലിച്ചു കെട്ടിയ ഇലാസ്റ്റിക് പാളി പോലെ പ്രവർത്തിക്കാൻ കാരണമാകുന്ന ബലമാണ് പ്രതലബലം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് ശാനബലം നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശാനബലം. ഉദാഹരണം: തേൻ വെള്ളത്തേക്കാൾ പതുക്കെ ഒഴുകുന്നു. ഇത് ഒഴുക്കിനെ എതിർക്കുന്ന ബലമാണ്. അതായത് വെള്ളമാണെങ്കിൽ പെട്ടെന്ന് പോകും. അപ്പോൾ തേൻ എങ്ങനെയാണ്? പതുക്കെയാണത് താഴോട്ട് ഉറ്റി വീഴുന്നത്. അപ്പോൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം, അതിൻ്റെ ആ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഒരു ബലമാണ് ഇത് ശാനബലം. അപ്പോൾ ശാനബലം എന്താണെന്ന് മനസ്സിലായി, പ്രതലബലം എന്താണെന്ന് മനസ്സിലായി, അഡിഷൻ ബലം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ കൊഹിഷൻ ബലം. അഡിഷൻ ബലം വ്യത്യസ്ത ആൾക്കാർ തമ്മിൽ, അതായത് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിൽ ചേരുന്നതിനെ എന്തെന്ന് പറയുന്നു? അഡിഷൻ ബലം എന്ന് പറയുന്നു. വ്യത്യസ്ത വസ്തുക്കളുടെ തന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്ന ബലമാണിത് അഡിഷൻ ബലം. അതുപോലെ കൊഹിഷൻ ബലം എന്താണ്? ഒരേ തരത്തിലുള്ള വസ്തുവിൻ്റെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്ന ബലമാണ് കൊഹിഷൻ ബലം. പിന്നീട് പ്രതലബലം എന്ന് വെച്ചാൽ ദ്രാവകത്തിൻ്റെ പ്രതലം വലിച്ചു കെട്ടിയ ഒരു ഇലാസ്റ്റിക് പാളി പോലെ പ്രവർത്തിക്കാൻ കാരണമാക്കുന്ന ബലം. ശാനബലം ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം.